ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ലറീസ 1/4 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി. ഇതിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര അതോടെ ചേർക്കാം. ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട നമുക്ക് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ തൊണ്ടാണ്ട് മാറ്റി വെച്ചേക്കാം. ഇനി വാനില എസൻസ് ആണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടി. ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇതൊന്ന് നനഞ്ഞ് കിട്ടണ്ടേ. അപ്പം നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, പാല്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കട്ടിയുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് ഈ ഇളക്കണ ഇതൊന്ന് മാറ്റാട്ടോ. അതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായോണ്ട് ഞാൻ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലെന്താ ആയിന്ന് വിചാരിക്കണ്ട, ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല്. ആദ്യമേ വാങ്ങിയിട്ട് വേണ്ടിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് കുപ്പിയിലിട്ട് നടക്കാം. ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ബാറ്ററിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ കണ്ട് ചെയ്തെടുക്കാം. നമ്മൾക്ക് എത്രത്തോളം വരക്കാൻ അറിയോ അതിവിടെ അറിയാം കേട്ടോ. എനിക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാനൊന്നും അറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇഴകൾ തമ്മിലും ജോയിൻ്റ് ആയിട്ടുണ്ടാവണം, കണക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിൽ പരസ്പരം കണക്റ്റ് ആവാതെ കിടക്കുന്നുണ്ട് വെച്ചെങ്കിൽ ആ ഭാഗത്തൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മളിത് ചുറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ ഇതായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനൊരു 2 തവ യൂസ് ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന്, ഇതിപ്പോൾ കുറച്ച് മൊരിഞ്ഞിട്ടുള്ളൂ, കുറച്ചും കൂടി ഒന്ന് മൊരിയാന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 90 ഡിഗ്രിയിൽ 30 മിനിറ്റ് നേരം ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്കിതൊരു മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ചൂടോട് കൂട്ട് കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ. ചൂടാറുമ്പോൾ ഇതിൻ്റെ ഒന്ന് കുഴച്ചൽ വരും. നമുക്ക് ഇതിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മൈക്രോവേവ് ചെയ്തെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നത് പോലല്ലോ, കുറച്ച് വ്യത്യസ്തമായ രീതിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അല്ലേ. അതിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.